ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ടൂർ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എൻ പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ റോഡ് നെറ്റ്വർക്ക് എങ്ങനെയാണ്, ഇന്ത്യയിലെ റോഡ് നെറ്റ്വർക്ക് സംവിധാനം എങ്ങനെയാണ്, അപ്പെക്സ് ബോഡി ഏതാണ്, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് നാഷണൽ ഹൈവേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് ട്രാൻസ് കോണ്ടിനെൻ്റൽ അതുപോലെ ഇൻ്റർനാഷണൽ റോഡ്സ് അല്ലെങ്കിൽ ഹൈവേസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പാൻ അമേരിക്കൻ ഹൈവേ, ദെൻ ഹൈവേ 1 ഓസ്ട്രേലിയ, ദെൻ ട്രാൻസ് സൈബീരിയൻ ഹൈവേ, ട്രാൻസ് കാനഡ ഹൈവേ, ദെൻ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, പാൻ അമേരിക്കൻ ഹൈവേ. പാൻ അമേരിക്കൻ ഹൈവേ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഹൈവേ ആണ്. നോർത്ത് അമേരിക്ക, അതായത് നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലെ ഓൾമോസ്റ്റ് 14 കൺട്രീസ് അല്ലെങ്കിൽ 15 കൺട്രീസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈവേ ആണ് പാൻ അമേരിക്കൻ ഹൈവേ. അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ലെങ്തി ആണെന്നുള്ളത്. ഓക്കെ, 2 കോണ്ടിനെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്, നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. ഈ പാൻ അമേരിക്കൻ ഹൈവേസ് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട കൺട്രീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ, ഗോട്ടിമാല, എൽ സാൽവദോർ, ഹോണ്ടുറാസ്, നിക്കാരാഗ്വേ, കോസ്റ്റാറിക്ക, പനാമ, കൊളംബിയ, ഇക്വഡോർ, പെറു, ചിലി ആൻഡ് അർജൻറ്റീന. സോ 2 കോണ്ടിനെൻറ്റ്സ് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയിലെ ഓൾമോസ്റ്റ് 15 കൺട്രീസ് കണക്ട് ചെയ്തിട്ടുള്ള വേൾഡിലെ തന്നെ ദ ലെങ്തിയസ്റ്റ് ഹൈവേസ് ആണ്, അല്ലെങ്കിൽ ഹൈവേ ആണ് പാൻ അമേരിക്കൻ ഹൈവേ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 30,000 കിലോമീറ്റർ, ഏകദേശം 30,000 കിലോമീറ്റർ ആണ് ഈ ഹൈവേയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഇൻ ടേംസ് ഓഫ് മൈൽസ് പറയുമ്പം 19,000 മൈൽസ്. അപ്പം സിംപ്ലി നമുക്ക് പറയാം നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് സ്ട്രെച്ചിങ് അക്രോസ് അമേരിക്കൻ കോണ്ടിനെൻറ്റ്സ്. അമേരിക്കയിലെ നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്സിനെ കണക്ട് ചെയ്തിട്ടുള്ള ദ ലെങ്തിയസ്റ്റ് ഹൈവേ ഇൻ ദ വേൾഡ്. ആൻഡ് ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ 1936. അപ്പം 1936 ഈ ഹൈവേ ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ഹൈവേ ഇൻ ദ വേൾഡ്. This epic route first proposed in 1889 runs south to north or north to south, whichever way you prefer to travel, from Prudhoe Bay, Alaska in the US, all the way to the port city of Ushuaia, Argentina in the Tierra del Fuego. അമേരിക്കയിലെ അലാസ്ക മുതൽ അർജൻറ്റീന വരെ ഏകദേശം പറഞ്ഞാൽ 14 കൺട്രീസ് കവർ ചെയ്യുന്നുണ്ട് ഈ റൂട്ടിൽ. 1889 പ്രപ്പോസ് ചെയ്താണ്, ദെൻ 1936 കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, വൺ ഓഫ് ദി എപ്പിക് റൂട്ട് ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയാം. പിന്നെ അത് ഇത്രയും ലെങ്തിയസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെറൈൻസ് കവർ ചെയ്ത് പോകുന്നത് കൊണ്ടൊക്കെ തന്നെ വേൾഡിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് ഇതും എന്ന് പറയാറുണ്ട് പലപ്പോഴും. കാരണം കുറേ അധികം ഹില്ലി ടെറൈൻസ്, അതുപോലെ കുറേ അധികം വിജനമായിട്ടുള്ള കുറേ സ്ഥലങ്ങളിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഫോർ ഡ്രൈവേഴ്സ് ഇത്രയും റൂട്ട് ഒരു സ്ട്രെച്ചിൽ കവർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു അപ്പ് ഹിൽ ടാസ്ക്കാണ്. സോ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വേൾഡിലെ ഏറ്റവും ഡേഞ്ചറസ് റോഡാണ് ഇത് എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ്, ഹൈവേ 1 ഓസ്ട്രേലിയ, the Big Lap. Australia's Highway 1, also called the Big Lap, has 2 distinct designations, including the world's second longest highway
and overall longest national highway. It roughly connects 7 of Australia's 8 capitals. The route passes through Sydney, Brisbane, Cairns, Darwin, Broome, Perth, Esperance, Adelaide, Melbourne, and also hopes cross the Bass Strait to Hobart, Tasmania. അപ്പം ഓസ്ട്രേലിയൻ കോണ്ടിനെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും മെയിനായിട്ടുള്ള 8 സിറ്റീസ്. അപ്പം നമ്മൾ ഈ പേര് വായിച്ചാൽ തന്നെ അറിയാം ഓസ്ട്രേലിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിറ്റീസാണ് ഇതൊക്കെ. അപ്പം ഒരു സർക്കുലാർ ഷേപ്പിൽ ഓസ്ട്രേലിയ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സിഡ്നി, ബ്രിസ്ബെയിൻ മുതൽ ടാസ്മാനിയ വരെ ഒരു സ്ട്രെയിറ്റ് കടന്നിട്ടാണ്. ടാസ്മാനിയ ഒരു ദ്വീപാണ്, ഐലൻഡാണ്. അപ്പം അതിലേക്ക് വരെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ നെറ്റ്വർക്ക് പോകുന്നത്, ഈ റോഡ് നെറ്റ്വർക്ക് പോകുന്നതെന്നുള്ളതാണ്. പിന്നെ ഈ പാൻ അമേരിക്കൻ ഹൈവേയും ഓസ്ട്രേലിയൻ ഹൈവേ 1 തമ്മിലുള്ള ഒരു ചെറിയ വിവാദം നടക്കുന്നത് വെച്ചാൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ഹൈവേ ഏതാണ് എന്നുള്ളതിലാണ്. അപ്പം പലപ്പോഴും നമ്മൾ പറയാറുള്ള സെക്കൻഡ് ലോങ്ങസ്റ്റ് ഹൈവേ ആണ് ഓസ്ട്രേലിയ ഹൈവേ 1 എന്നുള്ളത്. പക്ഷെ ഓവറോൾ ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ ആണ് എന്ന് പറയാറുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ് ഓസ്ട്രേലിയ ഹൈവേ. പക്ഷേ ട്രാൻസ് കോണ്ടിനെൻ്റൽ ഹൈവേസ് നോക്കുമ്പോൾ പാൻ അമേരിക്കൻ ഹൈവേ ആണ് ഏറ്റവും വലുത്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയൻ കോണ്ടിനെൻ്റ് ഒരു റിംഗ് റോഡ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം ബ്രിസ്ബെയിൻ മുതൽ നമ്മളെ റൈറ്റിൽ നിങ്ങൾക്ക് കാണാം ബ്രിസ്ബെയിൻ, സിഡ്നി, മെൽബൺ, അഡ്ലൈഡ്, എസ്പെറൻസ്, പെർത്ത്, വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഭാഗം, അതുപോലെ പോർട്ട് ഹെഡ്ലാൻഡ്, പിന്നെ ഡാർവിൻ, കെയ്ൻസ്, ഇങ്ങനെയുള്ള എല്ലാ സിറ്റീസും, അതായത് കോണ്ടിനെൻ്റ് മൊത്തത്തിൽ ഒന്ന് എൻസർക്കിൾ ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ സർക്കം നാവിഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഹൈവേ 1 കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ മെൽബണിൻ്റെ താഴെ എനിക്ക് ഹൊബാർട്ട് എന്നുള്ളൊരു ഐലൻഡ് കാണാം. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലും ഈ ഹൈവേ 1 ഉണ്ടാക്കിയിട്ടുണ്ട്, കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ട്രാൻസ് സൈബീരിയൻ ഹൈവേ ആണ്. ടോട്ടൽ ലെങ്ത്ത് 11,000 കിലോമീറ്റർ, അതായത് അറൗണ്ട് 6,800 മൈൽസ് ആണ്. Trans Siberian Highway is the unofficial name for the network of federal highways that span the width of Russia from Baltic Sea of the Atlantic Ocean to the Sea of Japan. In the Asian Highway Network, the route is known as AH6. It stretches over 11,000 kilometers from St. Petersburg to Vladivostok. The road disputes the title of the longest national highway in the world with Australian Highway 1. The highway became fully paved on 12th August 2015. അതായത് ട്രാൻസ് സൈബീരിയൻ ഹൈവേ എന്ന് പറയുന്നത് റഷ്യയിലെ സൈബീരിയ ഭാഗങ്ങൾ കണക്ട് ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ റഷ്യയുടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് മുതൽ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു റീജിയൻ വരെ കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ് ഈ ട്രാൻസ് സൈബീരിയൻ ഹൈവേ. ഓൾമോസ്റ്റ് 11,000 കിലോമീറ്റർ ആണ് ലെങ്ത്ത്, അതായത് 6,800 മൈൽസ്. ഓക്കെ, പിന്നെ ഇത് നമുക്കറിയാം റഷ്യയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ചില ഭാഗങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏഷ്യൻ ഹൈവേസിൻ്റെ ഈ ട്രാൻസ് സൈബീരിയൻ ഹൈവേയിൽ കുറച്ച് പോർഷൻ ഏഷ്യൻ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഏഷ്യൻ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ ഏഷ്യൻ ഹൈവേ 6 എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളത് ഓസ്ട്രേലിയസ് ഹൈവേ 1 അതുപോലെ ഈ പറയുന്ന ട്രാൻസ് സൈബീരിയൻ ഹൈവേയും തമ്മിൽ ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, വിച്ച് വൺ ഈസ് ദി ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ദ വേൾഡ് എന്നുള്ളത്.
പക്ഷേ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ളത് പാൻ അമേരിക്കൻ ഹൈവേനാണ്. ഓക്കെ, അത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത്, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് 12th August 2015 ആണ്. അടുത്തന്നെ ട്രാൻസ് കാനഡ ഹൈവേ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാനഡയിലെ ഓൾമോസ്റ്റ്, കാനഡ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് കൺട്രിയാണ്. സോ ആ കൺട്രിയിലെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും അല്ലെങ്കിൽ എല്ലാ മെയിൻ സിറ്റീസും കവർ ചെയ്യുന്ന രീതിയിലാണ് ട്രാൻസ് കാനഡ ഹൈവേ വരുന്നത്. അബ്രീവിയേറ്റഡ് ആസ് TCH എന്ന് പറയാറ്, ട്രാൻസ് കാനഡ ഹൈവേ, TCH. It's a transcontinental federal provincial highway system that travels through all 10 provinces of Canada, from Pacific Ocean on the west to the Atlantic on the east. The main road spans 7,821 കിലോമീറ്റർ ആണ് മൊത്തം ലെങ്ത് എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് മൈൽസ് പറയുകയാണെങ്കിൽ 4,860 അക്രോസ് ദ കൺട്രി. പിന്നെ നമുക്കറിയാം ഓൾമോസ്റ്റ് 7,800 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ വേൾഡിലെ ഏറ്റവും വൺ ഓഫ് ദി ലെങ്തിയസ്റ്റ് ഹൈവേ സിസ്റ്റംസ് ഇൻ ദ വേൾഡ്. പിന്നെ ഇതിൻ്റെ ഒരു സിമ്പലാണ് കാണിച്ചിരിക്കുന്നത്. എ ഡിസ്റ്റിങ്ക്റ്റീവ് വൈറ്റ് ഓൺ ഗ്രീൻ മാപ്പിൾ ലീഫ് റൂട്ട് മാർക്കേഴ്സാണ്. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മാപ്പിൾ ലീഫിൻ്റെ, ഒരു വൈറ്റ് മാപ്പിൾ ലീഫിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. അത് ഈ ട്രാൻസ് കാനഡ ഹൈവേയുടെ ഒരു സൈനാണ്, അല്ലെങ്കിൽ അവരുടെ എംബ്ലമാണ്. ഓക്കെ, ഫ്രം വിക്ടോറിയ ബ്രിട്ടീഷ് കൊളംബിയ, കാനഡയിലെ ഒരു പ്രൊവിൻസാണ്. അത് മുതൽ സെൻറ്റ് ജോൺസ് ന്യൂ ഫൗണ്ട് ലാൻഡ്, ലാബ്രഡോർ, അതും ഒരു കനേഡിയൻ പ്രോവിൻസാണ്. അപ്പോൾ ഈ രണ്ട് കനേഡിയൻ പ്രോവിൻസസാണ് മെയിനായിട്ട് ഈ ഹൈവേസ് കണക്ട് ചെയ്യുന്നത്. പിന്നെ വേൾഡിലെ തന്നെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഹൈവേ സിസ്റ്റംസിൽ ഒന്നാണ് ട്രാൻസ് കാനഡിയൻ ഹൈവേ. ഓക്കെ, ഇനി നമ്മുടെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 മെട്രോപൊളിറ്റൻ സിറ്റീസ് കവർ ചെയ്യുന്ന ഒരു ഹ്യൂജ് റോഡ് നെറ്റ്വർക്കാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇസ് ഹൈവേ നെറ്റ്വർക്ക് കണക്റ്റിംഗ് most of the major industrial, agricultural, cultural centers of India. It forms a quadrilateral connecting the major metro cities Delhi, Kolkata, Mumbai, Chennai. 4 മെയിൻ സിറ്റീസ്, ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ഈ 4 സിറ്റീസും കവർ ചെയ്യുന്ന രീതിയിലാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഓൾമോസ്റ്റ് 5,846 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ജനുവരി 2012 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ വേൾഡിലെ കുറച്ച് ട്രാൻസ് കോണ്ടിനെൻ്റൽ, അതായത് 2 കോണ്ടിനെൻറ്റ്സ് കണക്ട് ചെയ്യുന്ന, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഹൈവേസ്, ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.